நிலவே முகம் காட்டு என்னை பார்த்து ஒளி வீசு அலை போல் சுதி மீட்டு இனிதான மொழி பேசு இளம் பூங்கொடியே இது தாய்மடியே நிலவே முகம் காட்டு கலக்கம் ஏனம்மா இரவில்லாமல் பகலும் ஏதம்மா நானும் பிள்ளைதானம்மா நானும் கண்ட கனவு நூறையா எனது தாயும் நீங்கள் தானையா இனி உன் துணை நானல்லா என்னைச் சேர்ந்தது கொடி முல்லையே இது போலே துணையும் இல்லையே இனி நீ என் தோளில் பிள்ளையே நிலவே முகம் காட்டு என்னை பார்த்து ஒளி வீசு அனைத்தேன் உன்னையே இது தாய்மடியே കുടിയൊക്കെ തൊട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. പക്ഷെ ഞങ്ങളൊക്കെ ഇവരുടെ കൂടെ ഇരുന്ന് ആഘോഷിച്ചാലും ഞങ്ങളൊക്കെ സിസ്റ്റേഴ്സ് ആണ്. കാരണം ഈ അമ്മമാരെ പോലെയുള്ള ഓരോരുത്തരെയും അവരിവിടെ കരുതുന്നത് നിങ്ങളെ ഇപ്പൊ കാണുമ്പോൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ ഈ ഓണാഘോഷം നടത്തുവാനായിട്ട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഒക്കെ ഒത്തിരി നന്ദി പറയുവാണ്. അപ്പൊ ഇതുപോലെ നിങ്ങള് എന്താ പറയാ ഫുഡൊന്നും വേണ്ട, അല്ലാതെ നിങ്ങൾ ഇവിടെ വരെ ഇവർക്ക് വേറെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഇവരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് വരണം എന്നും കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ പരിപാടിക്ക് വേണ്ട എല്ലാ ആശംസകളും നന്മകളും ഒരിക്കൽ കൂടി നേരുന്നു. നമുക്ക് വളരെയധികം ആവേശം നൽകുന്ന ഒന്നാണ്. വളരെ സന്തോഷപൂർവ്വം, വളരെ സ്നേഹം, നമ്മുടെ ക്ലബിന്റെയും നമ്മുടെ എല്ലാ മെമ്പർമാരുടെയും സ്നേഹവും സന്തോഷവും ഞാൻ ഒരിക്കൽ കൂടി അവർക്ക് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഗിരീഷ്, ക്ലബിന്റെ സെക്രട്ടറിയായ ഗിരീഷിനെ ക്ഷണിക്കുന്നു. ഈ കൃപാസദനത്തിലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹമുള്ള അമ്മമാര്, സഹോദരിമാര്, മാതാപിതാക്കളെ പോലുള്ള ഇവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സും, ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാര്, അമ്മമാര്, ക്ലബിന്റെ അഭ്യുദയകാംക്ഷികളൊപ്പം തന്നെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന സുഹൃത്തേട്ടൻ, രവിയേട്ടൻ, ഉണ്ണികൃഷ്ണേട്ടൻ, കുമാരേട്ടൻ, ഇപ്പോൾ ഇവിടെ കോർഡിനേറ്റർ കലക്ടർക്ക് ഇതിനു വേണ്ടി മാത്രം പറഞ്ഞെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ദിനചന്ദ്രേട്ടൻ, എല്ലാവർക്കും വോയിസിന്റെ വിനീതമായ നമസ്കാരം. മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സമസുന്ദരവും അറിയാം തുമ്പയും മുക്കിക്കുകയുമെല്ലാം അനുവദിക്കുന്ന സ്വർണ്ണ നാളുകളെ കുറിച്ച്.
നമ്മൾ ഈ കൃപാസദനത്തിന് വ്യത്യസ്തമായി നമ്മൾ തീരുമാനിച്ചു. ഉറ്റവരും ഉടയവരെയുമെല്ലാം ഉരുളെടുത്ത ആ മഹാ ദുരന്തത്തിന് വിറങ്ങേൽച്ചു നിന്ന ഒരു നാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഐക്യത്തിന്റെ അപ്പൊ അത്തരത്തിൽ വരുന്ന സ്നേഹമാണ് ആ അമ്മ ഒരിക്കലും നിർവചിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ഓർമ്മ നമ്മളുണ്ടാണ്. എല്ലാ ഹൃദയങ്ങളെയും ഒരുപോലെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന വികാരമാണ് ആ അമ്മമാരാണ്, സഹോദരിമാരാണ് നമ്മുടെ കൃപാസദനം സംരക്ഷിക്കുന്ന പരിപാലിക്കുവാനൊക്കെ ആയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹനിധികളായ മാലാഖമാരാണ് ഇവിടുത്തെ ഓരോ സിസ്റ്റേഴ്സ്. അവർക്കെല്ലാം നമുക്ക് ക്ലബിന്റെ നമ്മുടെ സംഘടനകളിലും പഴയകാല പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാം. 1981 കുറച്ച് ചെറുപ്പക്കാർ കൂടി ചേർന്നുകൊണ്ട് രൂപീകരിച്ച സംഘടനകൾ വോയിസ് ഓഫ് കാനഡ. പ്രാരംഭത്തിൽ വളരെയധികം ക്ലാസുകൾ ബുദ്ധിമുട്ടിലും 2 സെന്റ് സ്ഥലം വാങ്ങാനും അതിൽ 600 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം മനോഹരമായി ഘട്ടം ഘട്ടമായി പണിതീർക്കാൻ സാധിച്ചു. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാത്ത മനുഷ്യനായി കാണുന്ന മാനവിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആ സ്നേഹക്കൂട്ടായ്മയുടെ പേരാണ് വോയിസ് ഓഫ് കാനഡ. നമ്മുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ, സേവന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു മുതൽ കാട്ടാം. ഇപ്പോൾ നമ്മൾ 43 കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ വർഷങ്ങളിൽ 10-12 പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചിത്വ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ എന്നിവ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല MMVD കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതശൈലി രോഗികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്രദാന ഒരു മെഗാ മെഡിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്തദാന ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കലാപരിപാടികൾ, കായികമേളകൾ, ഫുട്ബോൾ മേളകൾ, നൃത്തങ്ങൾ എന്നിവയെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം ഇപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബസന്ത്, കേരള ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടിക്കാറാം മീണ എന്നിവരെല്ലാം നമ്മുടെ വേദികൾ പങ്കിട്ട മഹാന്മാരിൽ ചിലർ മാത്രമാണ്. സാമൂഹിക ജനസേവന പ്രവർത്തനം നമ്മളിന്ന് മുന്നിൽ തന്നെയാണ്. കോവിഡ് എന്ന മഹാമാരി നമ്മയെല്ലാം പിടിച്ചു കുലുക്കിയപ്പോഴും മാസ്ക് നൽകേണ്ടായി. ഒപ്പം തന്നെ മഹാപ്രളയം നമ്മളെല്ലാം ഭീതിയിലാഴ്ത്തുന്നതാണ്. ആ മഹാപ്രളയ കാലത്ത് 10-35 കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റുകളും അരിയുമെല്ലാം നമ്മൾ നൽകുകയുണ്ടായി. നമ്മുടെ കലവറയിലേക്ക് നമ്മളാൽ സാധിക്കുന്ന പച്ചക്കറികളെല്ലാം വീടുകളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ വോയിസ് ഓഫ് കാനഡ കുറെ 41 വർഷങ്ങൾ പിന്നിട്ടുകയും കുറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പുതിയൊരു ഇപ്പോഴത്തെ നമ്മുടെ ഒരു യോഗത്തിൻ്റെതായ തീരുമാനം പുതിയൊരു ആശയത്തിലേക്ക് കടന്നു തരികയും നമ്മളെ പോലെ നമ്മൾ വാർദ്ധക്യം എത്തുമ്പോൾ നോക്കാതെ വരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നോക്കുന്ന നല്ലത് വരട്ടെ എന്നും ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ക്ലബിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിക്കുന്നതോടൊപ്പം ഇവിടെ വന്ന് നമ്മുടെ ക്ലബിൻ്റെ യോഗ തീരുമാനം അനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് ഇവിടെ വന്ന് അതുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും അങ്ങനെ സിസ്റ്റർ ഇവിടുത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ആഞ്ചലായുമായി സംസാരിക്കുകയും അവർ വളരെ സ്നേഹപൂർവ്വം നമ്മളെ അത്രയും നല്ല പ്രവൃത്തിയാണെന്ന് പറയുകയും നമ്മൾ നമ്മുടെ പുതിയ ക്ലബിൻ്റെ കാൽവെപ്പ് മുന്നോട്ട് പോകട്ടെ എന്നും ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രൂപം കൊണ്ട വോയിസ് ഓഫ് കാനഡയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ശുഭമാകട്ടെ എന്നും ആശംസിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ ആദ്യമായി പ്രാർത്ഥനയ്ക്ക് അമ്മായിമാരെ പോലുള്ള ആളുകളല്ല നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നു. ആ ഒരു നാട്ടിലെ നല്ലവരായ ജനങ്ങൾ എന്ന രീതിയിൽ ഓണം ആഘോഷിച്ച് ആ ഒരു എല്ലാ നമ്മുടെ അമ്മമാർ ഞങ്ങൾ പ്രത്യേകം ചെയ്യുകയാണ്. നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്തത്ര പ്രവർത്തനമാണ് വോയിസ് ഓഫ് കാനഡ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സിസ്റ്റർ, പിന്നെ നമ്മുടെ സെക്രട്ടറി, നമ്മുടെ സഹോദരിമാർ എല്ലാവർക്കും ഓണാശംസകൾ. ദിവസമാണ് പ്രവർത്തന രംഗത്തും തിരിച്ചറിയപ്പെട്ട ഒരു അഡ്രസ്സാണ് വായിച്ചത്. അതിലൂടെ നൽകിയത് ABC-യുടെ ഷാജു ഇവർക്കൊക്കെ നമ്മൾ എന്നും നന്ദിയുടെ കടപ്പാടുണ്ട്. നമ്മളുടെ ക്ലബിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ചേർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സജീവൻ. അതുപോലെ ഷാജു എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ ഷാജുവും സജീവനും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇടപെടുകയും അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് രണ്ടാമത് ഒരിക്കൽ കൂടി നമ്മൾ സംശയമാണ്. അതോടൊപ്പം തന്നെ ക്ലബിന്റെ ഇനിയുള്ള പ്രവർത്തന കാലഘട്ടങ്ങളിലും കഴിയാവുന്ന വിധത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയാറുള്ളത്. ഈ ഓർഗനൈസ് അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടാലും കൂടി പറഞ്ഞുകൊണ്ട് ക്ലബിന്റെ 43 വർഷത്തെ പാരമ്പര്യത്തിൽ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇത്ര നല്ല പരിപാടി സംഘടിപ്പിക്കാനുള്ള സന്മനസ് കാണിച്ച നമ്മുടെ ക്ലബിനും മെമ്പർമാർക്കും അതുപോലെ തന്നെ നമുക്കിവിടെ വേദി പങ്കിടാനായിട്ട് അവസരം നൽകിയ നമ്മുടെ സിസ്റ്റർ രാജി എല്ലാവർക്കും അവസരക്കാരായിട്ടുണ്ട്. Thank you.
പങ്കുചേരാൻ വേണ്ടിയിട്ട് പുറമെയുള്ള ആഘോഷ പരിപാടികളൊക്കെ ചുരുക്കിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ അമ്മമാരുടെ കൂടെ ഓണം നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഈ ക്ലബിന്റെ എല്ലാ പ്രവർത്തകരെയും ഭാരവാഹികളെയും, പ്രത്യേകിച്ച് ഇതിന്റെ പ്രസിഡന്റ് ആന്റണി, അതുപോലെ സെക്രട്ടറി ഗിരീഷ്, ട്രഷറർ ജയപാലൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്, കൊണ്ടുവന്നിരിക്കുക. അതുപോലെ മറ്റ് ഭാരവാഹികളായിട്ട് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇവിടെ ഗിരീഷ് പറഞ്ഞതുപോലെ ഞാൻ പാലക്കാട് രൂപതയുടെ ഈ പ്രദേശത്തേക്ക് ഒന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നത് പാലക്കാട് രൂപതയിലെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ ഇവിടെയുണ്ട്, മിസ്റ്റർ ജൂലിയൻ. അങ്ങോട്ട് മാറി ആള് കുറച്ച് നാളത്തേക്ക് ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ചെറിയൊരു അസുഖത്തെ തുടർന്ന്. അപ്പൊ ഞങ്ങളുടെ രൂപതയിലുള്ള ഒരാളായതുകൊണ്ട് ആളെ വന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു പോകാനും അതുപോലെ ഇവിടെയുള്ള അമ്മമാരെയും മറ്റ് സിസ്റ്റേഴ്സിനെയും ഒക്കെ കാണാനും വേണ്ടി ഒരു ചെറിയ സന്ദർശനം പോലെ ഞാൻ പ്ലാൻ ചെയ്ത് വന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നല്ലൊരു ഓണപരിപാടി അങ്ങനെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ ക്ലബ്ബ് അങ്ങനെ അറിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരാൻ വേണ്ടിയിട്ടും ഞാനിവിടെ വന്നതാണ്. എന്നെ ഇവിടെ വിളിച്ച് ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിപ്പിക്കാനായിട്ട് അവസരം തന്ന ഇതിന് നല്ല ഭാരവാഹികളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതായിട്ട് കൃഷ്ണന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ മനുഷ്യരാണ്, മനുഷ്യത്വത്തോടുകൂടി പെരുമാറണം, അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദേശം നൽകുന്നതാണ്. അപ്പോൾ സ്നേഹവും കൂട്ടായ്മയും ആണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം. നിങ്ങൾക്കറിയാം, ഒരു 2-3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാകില്ല. വളർച്ച ഉണ്ടാകുന്നത് എപ്പോഴും ഐക്യത്തിൽ നിൽക്കും. കേട്ടോ, വില അവിടെ തരണം. ഞാൻ പരീക്ഷ ചേർന്നാണ് വില ഉണ്ടെങ്കിൽ അത് കണ്ടിയാൽ പോകും. പിള്ളേരെ കണ്ടുപിടിച്ചോ.
ഏർപ്പെടുത്തിയിട്ടുണ്ട്.